വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്ന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനോട് ആവശ്യപ്പെട്ട് മാലദ്വീപ് ജംഹൂരി പാർട്ടി നേതാവ് ഖാസിം ഇബ്രാഹിം. ഏത് രാജ്യത്തെയും പ്രത്യേകിച്ച് അയൽ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ സംസാരിക്കരുത്. നമ്മുടെ രാജ്യത്തോട് നമുക്ക് ബാധ്യതയുണ്ട്, അത് പരിഗണിക്കേണ്ടതുമുണ്ട്. മാലദ്വീപ് മുൻ പ്രസിഡന്റ് സോലിഹ് ഈ ബാധ്യത പരിഗണിക്കുകയും ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ആ ഉത്തരവ് ഇനിയും തുടരണം. അത് പിൻവലിച്ചാൽ രാജ്യത്തിനാണ് നഷ്ടം. പ്രസിഡന്റ് മുയ്സു ചൈന സന്ദർശനത്തിന് ശേഷം നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഔദ്യോഗികമായി മാപ്പ് പറയണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു, ഖാസി ഇബ്രാഹിം പറഞ്ഞു. മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഖാസിം ഇബ്രാഹിം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരെ നീക്കം ചെയ്തതാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുയ്സുവിന്റെ പാർട്ടിയുടെ പ്രധാന പ്രചാരണ പ്ലാൻ. നിലവിൽ ഡോണിയർ 228 മാരിടൈം പട്രോളിംഗ് വിമാനങ്ങളും 2 HAL ധ്രുവ് ഹെലികോപ്റ്ററുകളും 70ഓളം ഇന്ത്യൻ സൈനികരുമാണ് മാലദ്വീപിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. അധികാരമേറ്റതിന്റെ 2ാം ദിവസം മാലദ്വീപിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ മൊയ്സു ഇന്ത്യൻ സർക്കാരിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനുള്ള ആഹ്വാനത്തിന് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ചും ഇന്ത്യയുടെ വികസനത്തിനായുള്ള ആഹ്വാനത്തെക്കുറിച്ചും മാലദ്വീപ് ഉപമന്ത്രിയും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് വൻ തർക്കം പൊട്ടിപ്പുറപ്പെട്ടത്. അതിനുശേഷമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തത്.